ശരിക്കും പറഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവരായിരിക്കണം ഈ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നവർ. ഒരുപക്ഷെ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ തെറ്റാണെന്ന് സമ്മതിക്കാനുള്ള ഒരു ധൈര്യം കൂടി കാണിക്കണം. ഈവൻ ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം കയ്യിൽ നിന്ന് വന്നു പോയി കഴിഞ്ഞാൽ തെറ്റ് പറ്റിപ്പോയി സോറി എന്ന് പറഞ്ഞ് മാറുന്നതിനകത്ത് തെറ്റുമില്ല. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഇതെന്തെന്ന് വെച്ചാൽ പ്രവീണിൻ്റെ ചാനലിൽ അവരിട്ടിരുന്ന ആദ്യത്തെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയും അവസാനത്തെ അൺമാസ്കിങ്ങും ഇവർ പ്രൈവറ്റ് ആക്കി എന്നാണ് പറയണേ. നമുക്ക് ഇവരുടെ ചാനലെടുത്ത് നോക്കി ആ വീഡിയോ കാണാൻ പറ്റില്ല. അവർ റിമൂവ് ആക്കിയോ എന്താ ചെയ്തതെന്ന് അറിയില്ല. പ്രൈവറ്റ് ആക്കിയിട്ടുണ്ടെന്നാണ് പറയണേ. അതെ, പ്രൈവറ്റ് ആക്കെന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ലെങ്കിൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്താൽ പോരെ. അവർക്ക് മാത്രമായിട്ട് കാണുമെങ്കിൽ എന്തിനാ അവർ വീഡിയോ ഇടുന്നത്? അവർ തന്നെ എടുത്തിട്ട് അവർ തന്നെ ഒന്ന് കണ്ടാൽ പോരെ. എന്താ ഇങ്ങനെ കുറെ കമന്റ്സ് സൈബർ ബുള്ളിങ് ആയിട്ടൊക്കെ വന്നു, അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞാണ് ആ സ്റ്റോറി ഇട്ട ഇതുപോലെ പ്രൈവറ്റ് ആക്കി എന്ന് പറഞ്ഞു. പ്രണവ് അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പം പ്രവീൺ ഇൻസ്റ്റയിൽ ഇട്ടിരിക്കുന്ന ഒരു നോട്ട്സ് വായിക്കാം. സോറി, നോട്ട്സ്. ഇപ്പം പ്രവീൺ ഇട്ട സ്റ്റോറിയാണിത്. ഞാനും എൻ്റെ ഫാമിലി ഇപ്പോൾ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നിന്നും യാതൊരു കരുണയും കിട്ടില്ലെന്ന് മനസ്സിലായി. അതിന് കരുണ കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നത്? ഇവങ്ങനെയാണെങ്കിൽ ഒരു 5 കിലോ കാരണം ഞങ്ങളുടെ വീട്ടിലുണ്ട്, വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറയാമല്ലോ. അപ്പോൾ ഇവന്മാർക്ക് എന്താ അതാണ്, നിങ്ങളൊരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നെഗറ്റീവും കിട്ടാൻ നിങ്ങൾ എന്താ ബാധ്യസ്ഥരായിരിക്കണം, അല്ലെങ്കിൽ പോസിറ്റീവ് മാത്രം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കണം എന്നൊരു ഇതുമില്ല. എന്നാൽ പിന്നെ യൂട്യൂബ് വ്ളോഗേഴ്സ് ആവല്ലോ. അപ്പം മറ്റേ എത്രയോ പേരുണ്ട്, സുജിത് ഭക്തൻ, അങ്ങനെ കുറെ ഇഷ്ടം പോലെ ചെയ്തിരിക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ കരുണ കിട്ടാൻ വേണ്ടിയാണ് ഇന്ന് വരയ്ക്ക് യൂട്യൂബിൽ വന്ന് വീഡിയോസ് ഇട്ടിരുന്നതെന്ന് പറഞ്ഞ ഒരു വ്ളോഗറിനെ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും കാലത്തിനിടയ്ക്ക്. എന്തിനാ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ സാധാരണ കോമൺ പീപ്പിൾസിൻ്റെ അടുത്തില്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് നിന്നും കരുണ കിട്ടേണ്ട ആവശ്യം അവർക്ക്? കരുണ മേടിക്കാൻ വേണ്ടിയാണ് ഇവർ ചാനൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താ, രണ്ടുപേർക്ക് ഇത് ഭയങ്കര ഇഷ്യൂ ആവും, പോലീസ് കേസ് ആവും. ഇത് ഇവർക്ക് എന്താ ഇവർക്കെതിരെ പറഞ്ഞല്ലേ, ഈ വനിതാ കമ്മീഷന് സ്വമേധയാ കേസെടുക്കാനുള്ള വകുപ്പുമുണ്ട്. അപ്പോൾ അവർക്ക് ഈ പ്രവീണിനും സ്വന്തം എന്തായാലും ഇവരുടെ ഒരു മാതാപിതാക്കളും അനിയനും ആയില്ലേ, അതുകൊണ്ടായിരിക്കും എനിക്കറിയില്ല. അവർക്ക് ഭയങ്കര പേടിയും കൊണ്ടൊക്കെ ആയിരിക്കാം, എനിക്കറിയില്ല. പിന്നെ അടുത്തത് ഞാൻ വായിക്കുക. നിലവിലുള്ള പ്രശ്നത്തെ റീച്ചിന് വേണ്ടി വളച്ചൊടിച്ച് വേറെ രീതിയിൽ സൈബർ ബുള്ളിങ് നടത്തുന്നു. എങ്ങനെ ഞങ്ങൾ വളച്ചൊടിച്ച് സൈബർ ബുള്ളിങ് നടത്തുന്നു ഈ പറയുന്നത്? പ്രവീണിനെ ഫുൾ സപ്പോർട്ട് ചെയ്തിട്ട് ഇറങ്ങി ഫുൾ വീഡിയോസും എല്ലാവരും മൃദുലേനെ ഉപദ്രവിച്ച് വളരെ തെറ്റായി പോയി, ഇല്ലെങ്കിൽ പ്രവീണിനെ അത്രയും ക്രൂരമായി മർദ്ദിച്ചത് തെറ്റായി പോയി. ഇപ്പം ഈ പ്രവീൺ തന്നെയാണ് മീഡിയയിൽ ഇപ്പം ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് സൈബർ ബുള്ളിങ് അത് വളച്ചൊടിച്ച് വേറെ രീതിക്കാവുന്നതെന്ന്. മീൻസ് ഒന്നുമല്ല സംഭവം. ഈ പ്രവീണിൻ്റെ അച്ഛൻ്റെ ചേച്ചിയാണോ അനീത്തിയാണോ സംതിങ്, അവർക്കൊരു മകളുണ്ടായിരുന്നു അല്ലേ? പ്രവീണിന്റെ അച്ഛന് ഒരു സഹോദരിയും കൂടെ ഉണ്ടായിരുന്നു. ആ സഹോദരിക്ക് ഒരു മകളും ഉണ്ട്, ഒരു മകനും ഉണ്ട്. ജനിച്ചത് രണ്ടാമത്തത് പെൺകുട്ടി ആയത് കൊണ്ട് മാത്രം മൂത്ത മകനെ പ്രവീണിന്റെ അച്ഛനും വീട്ടുകാരും എടുത്തോണ്ട് പോയി ഇവരിൽ നിന്ന് അകറ്റി നിർത്തി. എന്നിട്ട് ഈ പ്രവീണിന്റെ അച്ഛനും കുടുംബക്കാരൊക്കെ ഇവനെ ഏതോ ഇതിൽ കൊണ്ടിട്ടിട്ട് എന്താ വെള്ളം ഭക്ഷണം ഒന്നും കൊടുക്കാണ്ട് ഇരുന്നു. എന്നിട്ട് അത് നേരെ തിരിച്ച് ആ പയ്യൻ അമ്മയുടെ പെങ്ങളുടെ അടുത്തേക്ക് പോയി. പക്ഷെ അത് എന്താ, ഈ അമ്മയും പെങ്ങളും ഒരു ദിവസം ഈ സഹോദരനെ കാണാൻ പോയപ്പോൾ ഈ പ്രവീണിന്റെ അച്ഛനും ഈ മൊത്തം കുടുംബം ചേർന്ന് എന്താ ഇവരുടെ വീട് അടിച്ചു തകർത്തു. വീട് പോലീസ് കേസായി വിത്ത് എവിഡൻസോടെയാണ് അവരത് പറയുന്നത്. കോർട്ടിൽ കേസ് നടക്കണമെന്നുണ്ടെന്നൊക്കെ, കൊട്ടാരക്കര കോർട്ടിൽ കേസ് നടക്കണമെന്നുണ്ടെന്നൊക്കെ അവർ പറയണുണ്ട്. എന്നിട്ട് അതാണ്, എന്നിട്ട് അവസാനം ഇതുപോലെ തന്നെയല്ല ഈ പ്രവീണിന്റെ അമ്മയുടെ അച്ഛൻ മരിച്ച കാര്യം ഒരു 5 മാസം മുമ്പെങ്ങാണ്ടാണ് മരിച്ച കാര്യം പറയുന്നത്. അല്ല, പ്രവീണിന്റെ അച്ഛന്റെ അമ്മയാണോ? പ്രവീണിന്റെ അച്ഛന്റെ അച്ഛൻ, അതായത് ഇവരുടെ അപ്പൂപ്പൻ മരിച്ച പേരെ പോലെ വെടിയിടുന്നില്ല. പിന്നെ എന്തിനാണ് ഈ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് പോയി വേറെ വല്ല പണിക്ക് കൂടെ? പിന്നെ ഞാൻ തീർന്നില്ല. ഞാൻ അൺമാസ്കിങ് എന്നൊരു വീഡിയോ ഇട്ടതും എൻ്റെ വൈഫിനെതിരെ സൈബർ ബുള്ളിങ് നടന്നത് കൊണ്ടാണ്. പക്ഷെ ഇപ്പോൾ ഉള്ള അവസ്ഥ അതിലും ക്രൂഷ്യലാണ്. ഇതിന്റെ പേരിൽ എൻ്റെ ഫാമിലിയിൽ ലോസ് സംഭവിച്ചാൽ അതിന്റെ നഷ്ടവും എനിക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കുന്നു. അപ്പം നമ്മൾ പറഞ്ഞത് ഇപ്പൊ കറക്റ്റായി. അതായത് ഇവന്റെ ഫാമിലിക്കും, അതായത് ഇവന്റെ അച്ഛനും അമ്മയ്ക്കും അനിയനും ഇങ്ങനെ എന്തായാലും ഇവർക്ക് എന്തായാലും കേസ് വരും, ഭയങ്കര ഇഷ്യൂലേക്കായിരിക്കും പോകണമെന്ന് ഇവർക്ക് മനസ്സിലായി. ഇത് ഭയങ്കര സീരിയസ് കാര്യമായിരുന്നു മനസ്സിലായി. എന്നാൽ പിന്നെ വീഡിയോ ഇടുന്നതിന് മുമ്പ് ഇതൊക്കെ ഇത്രയും
ഇത്രയും മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളാണ്, ഇത്ര എന്തായാലും ഇങ്ങനെ ഒരു കേസ് ആവുമെന്ന് കോമൺ സെൻസോടെ ചിന്തിച്ചാൽ അവർക്ക് മനസ്സിലാവും. എന്നാൽ പിന്നെ ആ വീഡിയോ ഇട്ട് നമ്മളെ മണ്ടന്മാരാക്കല്ല, അവരുടെ ഇത്രയും വീഡിയോ കാണുന്ന നമ്മുടെ ഓഡിയൻസിനെ മണ്ടന്മാരാക്കുമല്ല വേണ്ടത്. സത്യം പറഞ്ഞ പോയി ചത്തൂടെ, വേറെ ഒന്നും ചെയ്യാനില്ല. എന്തിന് യൂട്യൂബിലൊരു ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിനോടെങ്കിലും ഒരു ആത്മാർത്ഥ കാണും. 4 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എന്ത് തേങ്ങ കണ്ടിട്ടാന്ന് മനസ്സിലാവുന്നില്ല. പൊട്ടന്മാരാണ് മലയാളികൾ, പൊട്ടന്മാര്. നമ്മള് ഇവന്മാരെ ഒന്നും ഫോളോ ഒന്നും ചെയ്തിട്ടില്ല, അല്ലാണ്ട് ഈ ചുമ്മാ ഇങ്ങനെ നിങ്ങൾ ഇതൊക്കെ കാണുമ്പോ ഈ വീഡിയോ ഇല്ല. 4.18 മില്യൺ ഉണ്ടായിരുന്ന പ്രവീണിന് ആ ഒരൊറ്റ വീഡിയോ ഇട്ടപ്പോ 4.28 മില്യൺ ആയി. അതേസമയത്ത് അപ്പുറത്തെ തന്നെ അങ്ങനെ തന്നെ 1,08,00,000 കണ്ട് കുറഞ്ഞു കുറഞ്ഞിട്ടുണ്ട്. 2 ലക്ഷം ഒരുമിച്ച് ആ മറ്റാ വീഡിയോ ഇട്ടപ്പോ 2 ലക്ഷം ഒരുമിച്ച് കൂടി, 2-3 ലക്ഷം കൂടി, പിന്നെ 1 ലക്ഷം കുറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് എന്ന് പറഞ്ഞൊരു ചാനൽ ഒരു വീഡിയോ ഇടുന്നത് എന്തെങ്കിലും ഒരു അൺമാസ്കിങ് ചെയ്യുന്നതോ അവന് റീച്ച് കൂട്ടാൻ വേണ്ടിയാണെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. ഇപ്പം പ്രവീണിനെയും മൃദുലിനെയും സപ്പോർട്ട് ചെയ്ത് ബാക്കിയുള്ളവരാരായി? ശശി. അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. അതിൻ്റെ അതുപോലെ അവന് ഈ പ്രവീണും മൃദുലും എവിടെ കിടന്ന് അനുഭവിച്ചതൊക്കെ കണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാരൊക്കെ ഇപ്പം രംഗത്തേക്ക് വരാൻ തുടങ്ങി. അവരങ്ങനെ ചെയ്ത് ഇവരിങ്ങനെ ചെയ്ത് ഞങ്ങൾക്കത് മനസ്സിലായിരുന്നു, ഞങ്ങളന്ന് പറയാതിരുന്നു, ഞങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവുള്ളതുകൊണ്ടായിരുന്നു, ഇന്നത് പറയാൻ പറ്റുള്ളൂ. എന്തൊക്കെയായിരുന്നു? മലപ്പുറം കത്തി, അമ്പും മില്ലും തേങ്ങയും. ഇതിന്റെ ആ സമയത്ത് ഈ ബറോസ് 3Dയുടെ ട്രെയിലർ ഇറങ്ങി. അതുപോലെ മോഹൻലാൽ എത്ര കഷ്ടപ്പെട്ടെടുത്ത പടം, അതുപോലെ ഇവരുടെ പേരിൽ അത് മുങ്ങിപ്പോയി. ഇതിന്റെ ഇടയ്ക്ക് വേറെ 2 കാര്യങ്ങളൊക്കെ നടന്നു. സൊസൈറ്റിയിൽ ഏറ്റവും വലിയ 2 കാര്യം നടന്നിട്ട് പോലും അതൊന്നും റീച്ചിലേക്ക് പോയില്ല. പ്രവീൺ മൃദുല, പ്രവീൺ പ്രണവ് മൃദുല, നമ്മൾ പോലും കണ്ടിട്ടില്ലാത്ത വ്ളോഗേഴ്സ്. ഞാൻ ഇന്ന് നോക്കി ഇതൊക്കെ ആരാന്ന് പോലും നമുക്ക് മനസ്സിലാവണല്ലോ. പുതിയ യൂട്യൂബ് വ്ളോഗേഴ്സിനെ കാണുന്നു, ഇങ്ങനെ ഇതൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത. ശരിക്കും അവർക്ക് സബ് കൂടാനുള്ള കാരണം ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിന് സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും കൂടുതൽ മലയാളി. കാരണം ദിനചര്യകളിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ലൈഫ് സ്റ്റൈൽ വ്ളോഗർ. പോരാത്തന്നെ കൊച്ചുവിനെ കാണണം എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ പെൺകുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ അടങ്ങിയില്ലേ എന്നുള്ള രീതിക്കും വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും എന്താ പറയുക, പുറത്തുള്ള സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവരല്ലേ ഇവരിങ്ങനെ വളർത്തിവിടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇവൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും കുറയാൻ പോകത്തില്ല. സത്യം പറഞ്ഞാൽ ഒരു 50K സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ അവനൊക്കെ പഠിക്കും. ആ ഒരു അത്രയും റീച്ചിൽ നിന്ന് അവനെ താഴത്തേക്ക് കൊണ്ടുവരാൻ ഈ ഒരു ഒറ്റ റീസൺ മതി. എന്ത് ധൈര്യത്തിൽ ഒരു ഫാമിലിക്കെതിരെ ഒരു അൺമാസ്കിങ് വീഡിയോ ഇട്ടാൽ അതിൽ ഉറച്ചു നിൽക്കാനുള്ള ധൈര്യം വേണം. ഈ 4 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് അതിനേക്കാളും കൂടുതൽ പേര് കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടെ ആ ഒരു ഇഷ്യൂ അതെടുത്തിടുമ്പോൾ പൊട്ടാനാണോ ഈ പ്രവീണ? നിന്നെയൊക്കെ 10ാം ക്ലാസ് 5ാം ക്ലാസ് അങ്ങനെ തന്നെ ചോദിക്കണം. സ്വന്തം ഫാമിലിക്കെതിരെ ഒരു ഇത് പറഞ്ഞ് ഓരോരുത്തർ ഈ കമൻറ്റ് കിടുമ്പോൾ ഞങ്ങളുടെയൊക്കെ ലൈഫ് എത്രയോ ഭേദമാണെന്ന് തോന്നിപ്പോകുന്നതെന്ന് പറയുന്നത് ശരിയാണ്. മണ്ടനാ പ്രവീൺ. ഒരു വീഡിയോ ഇട്ടാൽ അതിൽ ഉറച്ചു നിൽക്കണം. അല്ലെങ്കിൽ ഇടുന്നതിന് മുമ്പ് ഒരു 100,000 വട്ടമെങ്കിലും ചിന്തിച്ചിട്ട് വേണമായിരുന്നു ഇടാൻ. ഒരാൾക്കെതിരെ അലിഗേഷൻ പറയുമ്പോൾ അങ്ങനെയല്ലേ നിൽക്കേണ്ടിയിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഷെയിം അത്രേ പറയാനുള്ളൂ പ്രവീണും പ്രണവിന്. പ്രണവ് ഇട്ടിരുന്ന എക്സ്പ്ലനേഷനും മാറി. നിങ്ങൾ ഈ സൈഡിൽ കണ്ടിരുന്ന പ്രണവിന്റെ വീഡിയോ ചാനലും ഇപ്പുറത്ത് കാണുന്നത് പ്രവീണിന്റെ വീഡിയോ ചാനലും. നമ്മൾ എന്താ വിചാരിക്കണ്ടേ? ഇവരിപ്പോ ഇങ്ങനെ വീഡിയോസ് സ്റ്റോപ്പ്. നമ്മളിപ്പോൾ അപ്പം ഇവരുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നത് നമ്മൾ എന്താ വിചാരിക്കണ്ടേ? ഇപ്പം പ്രവീണും അതേപോലെ പ്രണവും രണ്ടുപേരും വീഡിയോ പ്രൈവറ്റ് ആക്കിയോ അല്ലെങ്കിൽ റിമൂവ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്താ വിചാരിക്കണ്ടേ? ഇവർ വീണ്ടും ഒന്നിച്ചെന്നാ. ഇവർ വീണ്ടും ഒന്നിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവന്മാരെ വീണ്ടും പൊക്കിക്കൊണ്ട് നടക്കുന്ന ഞങ്ങൾ എന്തായാലും പൊക്കിക്കൊണ്ട് നടക്കും. അല്ലെങ്കിൽ ബാക്കി മലയാളികൾ എന്നാൽ ഇനി എങ്ങാനും മറന്നുപോയി ഇനി ഇവന്മാരെ പൊക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം വേറെ മണ്ടന്മാരല്ല, വേറെ എന്തെങ്കിലും വിളിക്കണം. ശരിക്കും അവർ നമ്മളെ യൂസ് ചെയ്യുന്നത് പോലെയാണ് തോന്നുന്നത്. അവര് എന്താ പറയണ്ട, റീച്ച് കൂട്ടാൻ വേണ്ടി മാത്രം. അത് അവരും പറയുന്നുണ്ട് യൂട്യൂബിലെ വരുമാനം മാത്രമേ അവർക്കുള്ളൂ എന്നുള്ള രീതിക്കും പറയുന്നുണ്ട്. സോ അവൻ ബുദ്ധിപൂർവമായി കളിച്ചു, അത്രേ ഉള്ളൂ. ഇനിയും എന്തായാലും അവസാനം ഇതിനൊരു നമ്മൾ തീരുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ തീർന്നു. എന്തായാലും മലയാളികൾക്ക് അടുത്ത പ്രാവശ്യം വീണ്ടും അവർ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ വീണ്ടും കുറച്ചുകൂടി ശക്തമായി അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള അവസരം അവർ ഒരുക്കി തന്നിട്ടുണ്ട്. നമുക്കിനി എന്താ ഇനി ഇതിന്റെ പേരിലൊന്നും പറയാനില്ല. ഇല്ല, സമൂഹത്തിലൊരു പ്രശ്നം നടക്കുമ്പോൾ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയോ ഇല്ലെങ്കിൽ എതിർക്കേണ്ട കാര്യങ്ങളാണ് എതിർക്കുക എന്നുള്ളതാണ് ബാക്കിയുള്ള യൂട്യൂബേഴ്സ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതൊരു ഇപ്പൊ കുറെ യൂട്യൂബേഴ്സ് വ്ളോഗേഴ്സ് ഒക്കെ ഉണ്ട് ഇതുപോലെ. വേറെ ഒരു വീഡിയോ മറ്റേ ഞാൻ ഇനി പേരൊന്നും എടുത്തു പറയാവുന്നില്ല, നല്ല സീരിയസ് ആയിട്ടുള്ള കാര്യമൊക്കെ ആകുമ്പോഴത്തേക്കും അവന്മാര് പേടിച്ചു പോകും, ഡിലീറ്റും ചെയ്യും. അവരുടെ ഭാഗത്താണ് ന്യായം എങ്കിലും അവന്മാർക്ക് ജീവന് ഭീഷണി, ജീവന് പേടി എന്നൊക്കെ പറഞ്ഞ് അവന്മാർ ഡിലീറ്റ് ചെയ്യും വീഡിയോ. അത് ഇഷ്ടംപോലെ. ഈയിടെ ഒരാളുണ്ടായിരുന്നു, നമ്മളതിൻ്റെ പേരൊന്നും പറയുന്നില്ല, ഞാനിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ.
ശരിക്കും ഒന്നിച്ചെങ്കിൽ നല്ല കാര്യം. പക്ഷെ ഇതെല്ലാം എന്താ പറയണ്ടേ, ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കേരളത്തിലുള്ള കാര്യം. ഇത്രയും പേര് കണ്ടിട്ട് ഇനി ഒന്നും വേണ്ട. അവരുടെ വീടിൻ്റെ അടുത്തുള്ളവർ വരെയുണ്ട്. നാണം വേണ്ടേ കുറച്ചൊക്കെ എന്താ ഉണ്ട്, നാണവും മാനവും എന്താ പറയണ്ടേ, 4 പേരെ ഫേസ് ചെയ്യാനുള്ള ഒരു കഴിവ്. എങ്ങനെ ഇരുന്നവരെ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത്. വീണ്ടും അവർ ചാനലായിട്ട് വീഡിയോസായിട്ട് വരുമ്പോൾ നമുക്ക് വീണ്ടും കണ്ടിട്ട് നമുക്ക് വീണ്ടും കമൻസിലേക്ക് വരാം. അതുവരയ്ക്കും ബൈ.